സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് കിട്ടാനായിട്ട് ഈ ഒരു സ്ക്രബ്ബറും മതി. വെറും 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ഫേസിലായാലും കൈകാലുകളൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ് കിട്ടുക, അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് കൂടിയും കിട്ടും കേട്ടോ. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വെറും 2 ഇൻഗ്രീഡിയൻസ് മതി ഇത് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ സ്ക്രബ്ബർ തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കോഫി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്പൂണൊന്നും എടുക്കണില്ല, നമുക്കറിയാമല്ലോ 1 സ്പൂൺ എത്രത്തോളം ഉണ്ടാകും. അങ്ങനെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ, കോക്കനട്ട് ഓയിൽ. അതും 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക. നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ ഇത്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ തിളങ്ങാനായിട്ടും ഈ ഒരു സ്ക്രബ്ബർ മതി. ഞാനിപ്പോൾ ഇവിടെ വിരൽ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ. ആഴ്ചയിൽ 1 വട്ടം ഉപയോഗിച്ചാൽ മതി. സ്കിന്നിന് നല്ലൊരു ചേഞ്ചസാണ് കിട്ടുക, നല്ല ഗ്ലോ ആവും. ഇതിപ്പോൾ ഫേസിൽ മാത്രമല്ല കഴുത്തിലും കൈകാലുകളിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആൻഡ് അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് 5 മിനിറ്റ് സ്ക്രബ് ചെയ്യുക, പിന്നെ വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞിട്ടാണ് ഞാൻ ഈ പാക്ക് ഇടുന്നത്. അപ്പോൾ പിന്നെ കഴുത്തിൽ അപ്ലൈ ചെയ്യണില്ല, പിന്നെ ഡ്രസ്സൊക്കെ മാറേണ്ട മടിക്ക് ഞാൻ ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പാക്ക് ഫുള്ളും ഏതാണ് ഇടുന്നതെന്ന് വെച്ചാൽ അത് കഴുത്തിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ എനിക്കിവിടെ മടിയാകാനാണ് കേട്ടോ ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യാത്തത്. അപ്പോൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് നല്ലൊരു സ്ക്രബ് കൊടുക്കുക. അതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണമയം ഉണ്ടാവും. അപ്പോൾ കടലമാവ് അങ്ങനെ ഉപയോഗിച്ചിട്ട് ചെറുപയർ പൊടി കടലമാവ് അതങ്ങനെ ഉപയോഗിച്ചിട്ട് വേണം വാഷ് ചെയ്യണമെങ്കിൽ. നമ്മളിപ്പോൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്താലും ആ വെളിച്ചെണ്ണമയം ഉള്ള കാരണം അങ്ങനെ പോകില്ല. അത് കാരണം നമ്മുടെ കടലമാവോ ചെറുപയർ പൊടി അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്ന് വാഷ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ട്, അപ്പോൾ നിങ്ങൾ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ ആദ്യം തന്നെ ഈ പാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ മുമ്പ് ഫേസ് ഒന്ന് തൊട്ട് വെക്കുക. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം തൊട്ട് വെക്കും. നല്ലൊരു ഡിഫറൻസ് ആണ് കേട്ടോ. കാരണം നല്ല സോഫ്റ്റായി ഉണ്ടാവും, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ. പിന്നെ ചാനൽ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കേ.